ഞാനൊരു വർഷം ഞങ്ങളുടെ രൂപത ധ്യാന കേന്ദ്രത്തിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡയറക്ടർ അച്ഛൻ്റെ ഒരു സങ്കടം ഇതായിരുന്നു, നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ആൾ കുറവാണ്. ഒരു കുടുംബ നവീകരണ ധ്യാനമൊക്കെ നടത്തുമ്പോൾ 5 ദിവസം ആൾ കുറവായിരിക്കും, വളരെ മിനിമം നമ്പറായിരിക്കും. അതുകൊണ്ട് പലപ്പോഴും നഷ്ടം വരാറുണ്ട്. ഭക്ഷണവും താമസവും ഒക്കെ കഴിഞ്ഞ് നമ്മൾ കണക്ക് കൂട്ടിയും കുറച്ചൊക്കെ നോക്കുമ്പോൾ നമുക്ക് നഷ്ടം വരാറുണ്ട്. അപ്പോൾ ഒരു സമയത്ത് ഞങ്ങൾ ചിന്തിച്ചു, നമുക്കൊന്ന് നമ്മുടെ ഇടവുകളിലൊക്കെ പോയി ഒന്ന് സംസാരിക്കാം. സ്ഥിരം ധ്യാനത്തിന് പോകുന്ന കരിസ്മാറ്റിക് ഗ്രൂപ്പിലൊക്കെ ഉള്ളവർ സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു വെളിച്ചം ഇതാണ്, കുറേ അധികം പേര് ദൂരെ യാത്ര ചെയ്ത് പല ധ്യാന കേന്ദ്രങ്ങളും പോകുന്നുണ്ട്. നല്ല കാര്യമാണ്. ഇതിന് നേതൃത്വം നൽകുന്ന ചില ഇടവുകളിലെ ചില മനുഷ്യരുണ്ട്, അവരാണ് ഒരു വലിയ ഗ്രൂപ്പിനെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവർ പറഞ്ഞതിങ്ങനെയാണ്, ഞങ്ങൾ മറ്റ് ധ്യാന കേന്ദ്രങ്ങൾ കൊണ്ടുപോകില്ല, ഞങ്ങൾക്കിഷ്ടപ്പെട്ട ചില ധ്യാന കേന്ദ്രങ്ങളുണ്ട്, അവിടെ മാത്രമേ ഇവരെ കൊണ്ടുപോകത്തുള്ളൂ. എനിക്ക് ആശയം ഒത്തിരി കൗതുകമായിട്ട് തോന്നി, തമാശയായിട്ട് തോന്നി. കാര്യം നമ്മളിങ്ങനെ അവിടെ മാത്രമേ അത്ഭുതമുള്ളൂ, അവിടെ മാത്രമേ രോഗസൗഖ്യമുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആരെയാണ് ഫോക്കസ് ചെയ്യണേ? നമ്മൾ ഈശോയാണോ ഫോക്കസ് ചെയ്യുന്നത്? നമ്മൾ ധ്യാന കേന്ദ്രത്തിലെ അച്ഛനെയാണോ ഫോക്കസ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഗോസ്പലുണ്ടായ കോൺഫ്ലിക്റ്റ് അതാണ്. സ്നാപയോഹന്നാനോടടുത്ത് സ്നാനം നൽകുന്നു, യേശുവിനടുത്ത് സ്നാനം നൽകുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ചില ആളുകളുണ്ടല്ലോ, അയാൾ ചെന്ന് പരാതി പറഞ്ഞു സ്നാപയോഹന്നാനോട്, നീ പറഞ്ഞുകൊണ്ടിരുന്ന അപ്പുറത്തൊരുവൻ സ്നാനം നൽകുന്നുണ്ട്, ഇവിടെ ക്രൗഡ് കുറയുന്നുണ്ട്, എല്ലാവരും അവൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഉടനെ പറഞ്ഞു, പോട്ടെ, ഞാൻ അവന് വേണ്ടിയാണ് വന്നത്, അവനെ കാണിച്ചു കൊടുക്കാനാണ് വന്നത്, അവൻ്റെ അടുത്തേക്ക് ആളുകളെ വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഒരാളിലേക്ക് സംഭവം സ്നാപയോഹന്നാൻ ചുരുക്കി. എത്ര ക്ലവറായിട്ടാണ് സ്നാപയോഹന്നാൻ ആൻസർ ചെയ്തത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മളുടെ പള്ളികൾ വളർത്താനോ ധ്യാന കേന്ദ്രങ്ങൾ വളർത്താനോ അല്ല നമ്മുടെ മിനിസ്റ്റർ ചെയ്യേണ്ടത്, ക്രിസ്തുവിനെ വളർത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു സമയത്ത് ചില ധ്യാന കേന്ദ്രങ്ങൾ ഉയർന്നു നിൽക്കും, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ധ്യാന കേന്ദ്രവും ഈ ധ്യാന കേന്ദ്രം കുറഞ്ഞു പോകും. എന്ന് വെച്ചാൽ ആളുകൾ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി നിൽക്കുമ്പോൾ അതിലൊന്നും പ്രസക്തിയില്ല. ആളുകൾ ഇടങ്ങളിലേക്കല്ല ഓടേണ്ടത്, വ്യക്തിയിലേക്കാണ് ഓടേണ്ടത്, ക്രിസ്തുവിലേക്കാണ് ഓടേണ്ടത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഹൃദയത്തെ കവർന്ന ഒരുവനുണ്ട്, അത് യേശു കർത്താവാണ്. ആ യേശു കർത്താവിൻ്റെ ചുറ്റും സന്തോഷത്തോടെ പാടിയും ധ്യാനിച്ചും ഈ ജീവിതം തീർക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ, എനിക്ക് വേണ്ടതെല്ലാം അവനിലുണ്ട്. എനിക്ക് വേണ്ടി ആ കർത്താവ് എന്നും ജീവിക്കുന്നു. വാസസ്ഥലം
എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം, നിൽക്കുന്നതോ നിൻ ക്രൂശിൽ ചാരി. എൻ ഭാവിയെല്ലാം നിൻ കരത്തിൽ. എൻ്റെ ഉള്ളിലും സ്വർഗത്തിലും അവൻ എനിക്കായിട്ട് ജീവിക്കുന്നു. അതെ, ആ കർത്താവിനെ ധ്യാനിച്ചു, ആ കർത്താവിനെ സ്നേഹിച്ചു ജീവിക്കാൻ ഞാൻ ഒരിക്കൽ കൂടി എന്നെ സമർപ്പിക്കുന്നു. നിങ്ങളും ആ കർത്താവിനെ സ്വീകരിക്കുക, സ്നേഹിക്കുക. പിതാവായ ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്പത്താണ് യേശുക്രിസ്തു. നിൻ മുഖമത്രേ എൻ നിത്യാന